മാന്യ പ്രേക്ഷകരെ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ബാറ്ററി ചാർജറിൻ്റെ തന്നെയാണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എൻ്റെ പ്രേക്ഷകർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബൈക്കിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഇത് ആംബിയർ കൂടുതലല്ലേ എന്ന് പലരും ചോദിച്ചിരുന്നു. ബൈക്കിൻ്റെ എന്ന് പറയുമ്പോൾ 5 ആംബിയർ 10 ആംബിയർ താഴെയുള്ളൂ. അപ്പോൾ ആ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ചാർജറിൻ്റെ മെയിൻസ് നമ്മൾ ഓൺ ചെയ്തു. അപ്പോൾ ചാർജറിൻ്റെ മെയിൻസിൻ്റെ ഇൻഡിക്കേറ്ററാണ് ഈ ചുമല കാണുന്നത്. ഈ പച്ച കാണുന്നത്, ഇതിന് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, ബാറ്ററി കണക്ട് ചെയ്തിട്ടില്ല എങ്കിലും പച്ച കത്തും. കാണിക്കാം. ഇതാണ്ട് ഇപ്പോൾ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യുകയാണ്. കണ്ടോ, ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ പച്ച കിട്ടു. ഇപ്പോൾ മഞ്ഞയാണ്. ചുമല പവർ ഉണ്ടെന്നുള്ളതും മഞ്ഞ ബൂസ്റ്റിംഗ്, അതായത് അകത്തേക്ക് ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഈ മഞ്ഞ കത്തുമ്പോൾ. ഇനിയിപ്പോൾ ഈ പച്ച കത്തുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫ്ലോട്ട് എന്ന് എഴുതിയിരിക്കുന്നത് ബാറ്ററി ഫുൾ ചാർജ് ആകുമ്പോൾ ഈ ഫ്ലോട്ട് എന്ന് പറയുന്ന ഈ LED കത്തും. പിന്നെ ഈ ചാർജറിൻ്റെ പ്രത്യേകത ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നതാണ്, എങ്കിലും ഞാൻ കാണിക്കാം. ക്ലിപ്പ് രണ്ടും കൂടെ ഊരിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന വോൾട്ടേജും കൂടെ ഞാനൊന്ന് അളന്ന് കാണിക്കാം. ഇത് സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് ബാറ്ററിയിലേക്ക് നമ്മൾ ക്ലിപ്പ് കണക്ട് ചെയ്തിട്ടില്ല. ചാർജറിൽ നിന്ന് വരുന്ന വോൾട്ടേജാണ്. 13.4 വോൾട്ട് ഉണ്ട്. പ്രേക്ഷകർക്ക് കാണാമല്ലോ. ഈ ചാർജറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതും കാണിക്കാം. 13.4 വോൾട്ട് ഉണ്ട്. ഇതുണ്ടോ, ഇതിൽ പവറുണ്ട്. അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇത് ഒരു 12 വോൾട്ട് 60 വാട്ട്സിൻ്റെ ഒരു നമ്മുടെ വണ്ടിയിൽ വരുന്ന ഒരു ഹെഡ്ലൈറ്റിൻ്റെ ബൾബാണ്. അപ്പോൾ ഇത് 13 വോൾട്ടിലാണ് ഇപ്പോൾ ഇത് കത്തുന്നത്. അപ്പോൾ ഇനി ഞാൻ ഈ ക്ലിപ്പ് കൂട്ടിമുട്ടിച്ച് കാണിക്കാം. ഇതുണ്ടോ, ആർക്ക് വരുന്നത്. എൻ്റെ ചാർജറിന് യാതൊരു കംപ്ലൈൻറ്റും വരത്തില്ല. അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. നോക്കണം. ഇതുണ്ടോ, ഇപ്പോൾ ഈ ക്ലിപ്പ് കൂട്ടിമുട്ടി കിടക്കുകയാണ്. എല്ലാവർക്കും കാണാമല്ലോ. എന്നാലും നമ്മുടെ ചാർജറിന് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. എത്ര മണിക്കൂർ കിടന്നാലും പിടിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ഈ പച്ച ലൈറ്റ് കത്തി. ഇനി ബാറ്ററി ചാർജിങ് തുടങ്ങാം. നമുക്ക് പോസിറ്റീവ് ക്ലിപ്പ് നമ്മൾ പോസിറ്റീവിൽ കുത്തി. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ചുമലയും പച്ചയും ലൈറ്റുമാണുള്ളത്. എന്നുവെച്ചാൽ ചാർജിങ് തുടങ്ങിയിട്ടില്ല. ഈ ക്ലിപ്പോടെ കുത്തി കഴിയുമ്പോൾ ബാറ്ററി ചാർജ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടോ ഇപ്പോൾ ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നുണ്ട്. അതാണ് ബൂസ്റ്റിംഗ് എന്ന് എഴുതിയിരിക്കുന്ന യെല്ലോ ലൈറ്റ് കത്തിയിരിക്കുന്നത്. അപ്പോൾ ഫ്ലോട്ട് എന്ന് എഴുതിയിരിക്കുന്നത് ബാറ്ററി ഫുള്ളാകുമ്പോഴാണ്. അപ്പോൾ ചാർജ് ഫുള്ളാകുമ്പോൾ ഈ ഫ്ലോട്ട് കത്തും. ഇപ്പോൾ എത്ര ആംപിയർ കറണ്ട് ബാറ്ററിക്കകത്തേക്ക് കയറുന്നുണ്ടെന്ന് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഈ ബാറ്ററിക്കകത്ത് കുറച്ച് ചാർജ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 7.5 ആംപിയർ വെച്ച് ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാർജ് ഇല്ലാത്ത ബാറ്ററി ആണെങ്കിൽ 10 ആംപിയറും ചാർജ് ചെയ്യാൻ തുടങ്ങും. ചാർജ് കയറുന്ന അനുസരിച്ച് ആംപിയർ കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ചാർജ് ഇല്ലാത്ത ബാറ്ററി നമ്മൾ കുത്തുമ്പോൾ ഈ കവർ നല്ലവണ്ണം ചൂടാവും. അത് കണ്ടിട്ട് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. സാധാരണ കമ്പനിക്കാർ ഈ ചൂടാകാനുള്ള ഹീറ്റ് സിങ്ക് ഇതിൻ്റെ അകത്താണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ അകത്ത് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂളിങ്ങിന് കുറച്ച് കുറവ് വരും. അപ്പോൾ ഇതിലാണ് നമ്മുടെ ഹീറ്റ് സിങ്ക് പിടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബോഡി നല്ലവണ്ണം ചൂടാവും. അതുകൊണ്ട് ഭയക്കേണ്ട കാര്യമില്ല. ബോഡി ചൂടായിട്ട് ചാർജ് ഫുള്ളാകുമ്പോൾ ഇത് തണുക്കാൻ തുടങ്ങും. പിന്നെ മുഴുവൻ തണുക്കും. അപ്പോൾ ചാർജ് ഫുള്ളാകുമ്പോൾ ഈ പച്ച ലൈറ്റ് കത്തുകയും ചെയ്യും. അപ്പം നമുക്ക് 2 ഇൻഡിക്കേഷനാണ്. പച്ച ലൈറ്റ് കത്തിയാൽ ബാറ്ററി ഫുള്ളാണെന്നാണ്. ഈ ബോഡി തണുത്ത് കഴിഞ്ഞാൽ ബാറ്ററി ഫുള്ളാണെന്നാണ്. അപ്പോൾ ഇത് ബൈക്കിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഞാൻ പറയുന്നുണ്ട്. ഏത് 5 ആംപിയർ തൊട്ട് 220 ആംപിയർ വരെയുള്ള ഏത് ലെഡ് ആസിഡ് ബാറ്ററിയും ഇത് ചാർജ് ചെയ്യാം. അപ്പോൾ ഇത് 10 ആംപിയർ ചാർജിങ് കറണ്ട് ഉള്ളത് കാരണം
ബൈക്കിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ അതിൽ ഇത്തിരി ആംബിയർ കൂടുതലായിരിക്കും. ആ ആംബിയർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ ഏതെങ്കിലും ഒരു ടെർമിനലിൽ ഒരു ബൾബിൽ കൊടുക്കുക. ബൾബിൽ കൊടുത്തിട്ട് മറ്റേ ടെർമിനൽ ഒരു ക്ലിപ്പ് ഇട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുക. സീരിയലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴേതാണ്ടോ 1 ആംബിയർ കറണ്ട് മാത്രമേ ബാറ്ററിക്കകത്തോട്ട് കയറത്തുള്ളൂ. അപ്പോൾ അത് ചെറിയ 10 ആംബിയർ താഴെയുള്ള ബാറ്ററി ചെയ്യുമ്പോൾ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഇതൊരു ക്ലിപ്പ് വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ ചെറിയ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ അതിന് ഓവർ കറണ്ട് കയറാതെ പ്രൊട്ടക്ഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ബൾബ് സീരിയലായിട്ടിടുന്നത്. ഇതിന് സംശയമുള്ളവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇനിയും ഞാനിതിൻ്റെ വിലയും കൂടെ പറഞ്ഞേക്കാം. ഇത് ആദ്യം ഉണ്ടാക്കിയിരുന്നപ്പോൾ അല്പം കോസ്റ്റ് കൂടുതലായിരുന്നു. അപ്പോൾ ആ കോസ്റ്റ് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 3500 രൂപയാണ്. കൊറിയർ ചാർജ് 150 രൂപ വരും. അപ്പോൾ 3650 രൂപ ഗൂഗിൾ പേ ചെയ്തിട്ട് അഡ്രസ്സും അയച്ചു തരുന്നവർക്ക് പൈസ അക്കൗണ്ടിലെത്തി 3 ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് അയച്ചിരിക്കും. അപ്പോൾ എൻ്റെ സ്ഥലം പറയുന്നത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് തൂക്കുപാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് നേരിട്ട് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതും വരെ നന്ദി, നമസ്കാരം.